നമസ്കാരം. ബ്രൈറ്റ് ബിഗിനേഴ്സിലേക്ക് ഏവർക്കും വീണ്ടും സ്വാഗതം. സിലബസിലെ സിവിക്സ് സബ്ജക്റ്റിൽ നിന്നുള്ള കുറച്ച് ക്വിക്ക് ഫാക്ട്സുകളാണ് നമ്മൾ ഇന്ന് ഈ വീഡിയോയിൽ കൂടി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ദ ഫസ്റ്റ് ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണ്? ആൻസർ വജാഹത്ത് ഹബീബുള്ള. വജാഹത്ത് ഹബീബുള്ള. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറെയും ഇൻഫർമേഷൻ കമ്മീഷനിലെ മറ്റു മെമ്പർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത് ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ ഭാഗമായിട്ടാണ്. ആ കമ്മിറ്റിയുടെ ചെയർപേഴ്സൺ എന്ന് പറയുന്നത് പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യയാണ്. പ്രൈം മിനിസ്റ്റർ ഓഫ് ഇന്ത്യ ഹെഡ് ചെയ്യുന്ന അല്ലെങ്കിൽ ചെയർ ചെയ്യുന്ന ഒരു കമ്മിറ്റിയുടെ റെക്കമെൻഡേഷന്റെ അടിസ്ഥാനത്തിലാണ് മുഖ്യ വിവരാവകാശ കമ്മീഷണറെയും മറ്റുള്ള വിവരാവകാശനിലെ മെമ്പർമാരെയും അപ്പോയിന്റ് ചെയ്യുന്നത്. അതുപോലെ തന്നെ ഈ സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ സീറ്റ് ആസ്ഥാനം എന്ന് പറയുന്നത് ന്യൂഡൽഹിയാണ്. ന്യൂഡൽഹിയിലാണ് സെൻട്രൽ ഇൻഫർമേഷൻ കമ്മീഷന്റെ സീറ്റ്. ആൻ അതോറിറ്റി കോൺസ്റ്റിറ്റ്യൂട്ടഡ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് അലിഗേഷൻസ് ഓഫ് കറപ്ഷൻ അഗൻസ്റ്റ് പബ്ലിക് സർവന്റ് അറ്റ് ദ സ്റ്റേറ്റ് ലെവൽ. പബ്ലിക് സർവൻസിനെതിരെയുള്ള കറപ്ഷൻ അലിഗേഷൻസ് അന്വേഷിക്കാനായി സംസ്ഥാന തലത്തിൽ രൂപീകൃതമായ ഏജൻസി അല്ലെങ്കിൽ അതോറിറ്റി, അതിന്റെ പേരാണ് ലോകായുക്ത. അപ്പോൾ ലോകായുക്തയാണ് പൊതുജന സേവകർക്കെതിരെയുള്ള അഴിമതി ആരോപണങ്ങൾ അന്വേഷിക്കുവാൻ വേണ്ടി രൂപീകരിക്കപ്പെട്ട അതോറിറ്റി. ഈ ലോകായുക്തയ്ക്ക് റിസൈൻ ചെയ്യണമെങ്കിൽ അവരൊരു ലെറ്റർ ഓഫ് റെസിഗ്നേഷൻ ഗവർണർക്ക് സബ്മിറ്റ് ചെയ്യണം. ഗവർണറുടെ മുന്നിലാണ് ലോകായുക്ത റെസിഗ്നേഷൻ ലെറ്റർ സമർപ്പിക്കുന്നത്. ദ ഫസ്റ്റ് വിമൻ ടു ബിക്കം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഇൻ ഇന്ത്യ. ഇന്ത്യയിൽ ആദ്യമായി ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറായ വനിത ദീപക് സന്ധു. ദീപക് സന്ധു ആണ് ഇന്ത്യയിലെ ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ വനിത. അതുപോലെ തന്നെ സെക്കൻഡ് വിമൻ ഉണ്ട് ടു ബിക്കം ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഇൻ ഇന്ത്യ. ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറായ രണ്ടാമത്തെ വനിത ആരാണെന്ന് ചോദിച്ചാൽ സുഷമ സിംഗ് ആണ്. സുഷമ സിംഗ് ആണ്. ഹു ഹാസ് ദ പവർ ടു റിമൂവ് ലോകായുക്ത ആൻഡ് ഉപലോകായുക്ത ഫ്രം ദെയർ പൊസിഷൻ. നമ്മുടെ ഈ ലോകായുക്തയെയും ഉപലോകായുക്തയെയും ഒക്കെ റിമൂവ് ചെയ്യാൻ, അവരുടെ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ അധികാരപ്പെട്ടിരിക്കുന്നത് ആരാണെന്ന് ചോദിച്ചാൽ ആൻസർ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ. സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിനാണ് ലോകായുക്തയും ഉപലോകായുക്തയും ഒക്കെ അവരുടെ പൊസിഷനിൽ നിന്ന് റിമൂവ് ചെയ്യാൻ അധികാരം ഉള്ളത്. ദ ഫസ്റ്റ് ടു എസ്റ്റാബ്ലിഷ് ലോകായുക്ത. ലോകായുക്ത ആദ്യമായി രൂപീകരിച്ചത് എവിടെയാണെന്ന്? മഹാരാഷ്ട്ര. മഹാരാഷ്ട്ര സ്റ്റേറ്റിലാണ് ലോകായുക്ത ആദ്യമായിട്ട് രൂപീകരിച്ചത്. ദ പ്രസിഡന്റ് ഈസ് ദ എക്സിക്യൂട്ടീവ് ഹെഡ് ഓഫ് ദ സ്റ്റേറ്റ്. ഫ്രം വിച്ച് കൺട്രി ഇന്ത്യ കോപ്പിഡ് ദിസ് ഐഡിയ. പ്രസിഡന്റ് ആണ് രാജ്യത്തിന്റെ എക്സിക്യൂട്ടീവ് ഹെഡ്. ഈ ആശയം ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഏത് രാജ്യത്തു നിന്നാണ് കോപ്പി ചെയ്തത്? ആൻസർ USA. അണ്ടർ വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ദ എക്സിക്യൂട്ടീവ് പവർ ഓഫ് ദ യൂണിയൻ ഈസ് വെസ്റ്റഡ് ഇൻ ദ പ്രസിഡന്റ്. കോൺസ്റ്റിറ്റ്യൂഷന്റെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് എക്സിക്യൂട്ടീവ് പവേഴ്സ് ഓഫ് ദ യൂണിയൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമായിരിക്കുന്നത്? ആൻസർ ആർട്ടിക്കിൾ 53. ആർട്ടിക്കിൾ 53. Which article is related to the separation of the judiciary from the executive? ജുഡീഷ്യറിയെ എക്സിക്യൂട്ടീവിൽ നിന്നും വേർതിരിച്ച് നിർത്തുന്ന ആർട്ടിക്കിൾ, അതുമായിട്ട് ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 50. ആർട്ടിക്കിൾ 50. With whom the executive powers of the Union of India are vested? യൂണിയൻ ഓഫ് ഇന്ത്യയുടെ അല്ലെങ്കിൽ ഇന്ത്യൻ യൂണിയന്റെ എക്സിക്യൂട്ടീവ് പവേഴ്സ് ആരിൽ നിക്ഷിപ്തമാണ്? ആൻസർ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ. ഇന്ത്യൻ പ്രസിഡന്റിൽ നിക്ഷിപ്തമാണ്. ദ ഐഡിയ ഓഫ് ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി ഇൻ ദ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ ഹാസ് ബീൻ കോപ്പിഡ് ഫ്രം. ഇൻഡിപെൻഡൻസ് ഓഫ് ജുഡീഷ്യറി എന്നുള്ള ആശയം ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എവിടെ നിന്നാണ് കോപ്പി ചെയ്തത്? ഏത് രാജ്യത്തിന്റെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ് കോപ്പി ചെയ്തത്? ആൻസർ USA. What makes the judiciary the guardian of the constitution? ജുഡീഷ്യറിയെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ ആക്കുന്നത് എന്താണ്?
ജുഡീഷ്യറിയെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ ആക്കുന്നത് എന്താണ്? ആൻസർ ജുഡീഷ്യൽ റിവ്യൂ. ജുഡീഷ്യൽ റിവ്യൂ എന്നുള്ള പവറാണ് ജുഡീഷ്യറിയെ കോൺസ്റ്റിറ്റ്യൂഷന്റെ ഗാർഡിയൻ ആക്കുന്നത്. ദ സെക്കൻഡ് ചേംബർ ഓഫ് ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ഈസ് നോൺ ആസ്. ചില സംസ്ഥാനങ്ങളിൽ സ്റ്റേറ്റ് ലെജിസ്ലേച്ചറിന് 2 ചേംബറുകൾ ഉണ്ടാവും. അതിലെ സെക്കൻഡ് ചേംബറിനെ അറിയപ്പെടുന്ന പേരെന്ത്? ആൻസർ ലെജിസ്ലേറ്റീവ് കൗൺസിൽ. ലെജിസ്ലേറ്റീവ് കൗൺസിൽ. വിച്ച് ഷെഡ്യൂൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഡിസ്ട്രിബ്യൂട്ട്സ് പവേഴ്സ് ബിറ്റ്വീൻ ദ സ്റ്റേറ്റ് ലെജിസ്ലേച്ചർ ആൻഡ് പഞ്ചായത്ത്? സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും പഞ്ചായത്തും തമ്മിൽ അധികാരങ്ങൾ ഷെയർ ചെയ്യാൻ, ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷന്റെ ഷെഡ്യൂൾ ഏതാണ്? പഞ്ചായത്തുകളും സ്റ്റേറ്റ് ലെജിസ്ലേച്ചറും തമ്മിൽ പവേഴ്സ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യാൻ പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷനിലെ ഷെഡ്യൂൾ ഏതാണ്? ആൻസർ 11th ഷെഡ്യൂൾ. 11ാം ഷെഡ്യൂളിലാണ് ഇതിനെക്കുറിച്ച് പറയുന്നത്. ദ മിനിമം ഏജ് റിക്വയർഡ് ടു കണ്ടസ്റ്റ് ഇൻ ദ ഇലക്ഷൻ ടു ലെജിസ്ലേറ്റീവ് അസംബ്ലി. ലെജിസ്ലേറ്റീവ് അസംബ്ലി നിയമസഭയിലേക്ക് മത്സരിക്കാൻ ആവശ്യമായ ഏറ്റവും കുറഞ്ഞ പ്രായം എത്രയാണ്? ആൻസർ 25 years. 25 വയസ്സാണ്. ഹൂ സെർവ്ഡ് ആസ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഫോർ ദ ലോങ്സ്റ്റ് പീരീഡ്? ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായിരുന്ന വ്യക്തി ആരാണ്? ആൻസർ KVK സുന്ദരം. KVK സുന്ദരം. വിച്ച് ആർട്ടിക്കിൾ ഓഫ് ദ കോൺസ്റ്റിറ്റ്യൂഷൻ ഈസ് റിലേറ്റഡ് ടു ദ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ? സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷനുമായി ബന്ധപ്പെട്ട കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ എത്രയാണ്? ആൻസർ 243K. 243K. The method of election of Indian president has been copied from. ഇന്ത്യൻ പ്രസിഡന്റിനെ ഇലക്ട് ചെയ്യുന്ന മെത്തേഡ് ഏത് രാജ്യത്ത് നിന്നാണ് കോപ്പി ചെയ്തിരിക്കുന്നത്? ആൻസർ അയർലാൻഡ്. അയർലാൻഡ്. ഹൂ ഡിസൈഡ് ഓൺ ദ ഹോൾഡിംഗ് ഓഫ് ഇലക്ഷൻ ടു പഞ്ചായത്ത്സ്? പഞ്ചായത്തുകളിലേക്ക് ഇലക്ഷൻ നടത്തുന്നത് തീരുമാനിക്കുന്നത് ആരാണ്? പഞ്ചായത്തുകളിൽ എപ്പോൾ ഇലക്ഷൻ നടത്തണം, എങ്ങനെ ഇലക്ഷൻ നടത്തണം എന്നതിനെ കുറിച്ച് തീരുമാനമെടുക്കുന്നത് ആരാണ്? ആൻസർ സ്റ്റേറ്റ് ഗവൺമെന്റ്. സ്റ്റേറ്റ് ഗവൺമെന്റ്. എ പൊളിറ്റിക്കൽ പാർട്ടി ഈസ് റെക്കഗ്നൈസ്ഡ് നാഷണൽ ഓർ റീജിയണൽ ബൈ? ഒരു രാഷ്ട്രീയ പാർട്ടിയെ ദേശീയ പാർട്ടിയാണോ റീജിയണൽ പാർട്ടിയാണോ എന്ന് തീരുമാനിക്കുന്നത് ആരാണ്? അല്ലെങ്കിൽ അംഗീകാരം കൊടുക്കുന്നത് നാഷണൽ പാർട്ടിയാണ് അല്ലെങ്കിൽ റീജിയണൽ പാർട്ടിയാണ് എന്നുള്ളതിന് അംഗീകാരം കൊടുക്കുന്നത് ആരാണ്? ആൻസർ ഇലക്ഷൻ കമ്മീഷൻ. ഇലക്ഷൻ കമ്മീഷൻ. The maximum age limit for election to the office of the President of India or Vice President of India. ഇന്ത്യയിൽ പ്രസിഡന്റ് ആവാനും വൈസ് പ്രസിഡന്റ് ആവാനുമുള്ള മാക്സിമം ഏജ് ലിമിറ്റ് എത്രയാണ്? എത്ര വയസ്സ് വരെ ഉള്ളവർക്കാണ് പ്രസിഡന്റ് ആകാൻ കഴിയുക അല്ലെങ്കിൽ വൈസ് പ്രസിഡന്റ് ആകാൻ കഴിയുക എന്ന് ചോദ്യം വന്നാൽ ആൻസർ നോ ലിമിറ്റ് ആണ്. എത്ര ഏജ് ആണെന്ന് പറയുന്നില്ല. നോ ലിമിറ്റ്. ഫ്രം വിച്ച് കൺട്രി India adopted the procedure of election of members to the upper house of the parliament? ഇന്ത്യൻ പാർലമെന്റിലെ ഉപരിസഭയിലേക്ക് മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നതിന്റെ പ്രൊസീജിയർ അഡോപ്റ്റ് ചെയ്തത് ഏത് രാജ്യത്തിൽ നിന്നാണ്? ആൻസർ സൗത്ത് ആഫ്രിക്ക. നമുക്കറിയാം നമ്മുടെ പാർലമെന്റിന് അപ്പർ ഹൗസും ലോവർ ഹൗസും ഉണ്ട്. അപ്പർ ഹൗസിനെ അറിയപ്പെടുന്ന പേര് രാജ്യസഭയെന്നും ലോവർ ഹൗസിനെ അറിയപ്പെടുന്ന പേര് ലോക്സഭയെന്നുമാണ്. അങ്ങനെ രാജ്യസഭയിലേക്കുള്ള മെമ്പേഴ്സിനെ എലക്ട് ചെയ്യുന്നതിനുള്ള തിരഞ്ഞെടുക്കപ്പെടുന്നതിനുള്ള പ്രൊസീജിയർ നമ്മൾ അഡോപ്റ്റ് ചെയ്തിരിക്കുന്നത് സൗത്ത് ആഫ്രിക്കയുടെ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്നാണ്. ഫോർ കണ്ടസ്റ്റിംഗ് ഇൻ എ പഞ്ചായത്ത് ഇലക്ഷൻ എ കാൻഡിഡേറ്റ് ഹാസ് ടു അറ്റൈൻ ദ ഏജ് ഓഫ് ഡാഷ് ഇയേഴ്സ്. ഒരു പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കണമെങ്കിൽ ഒരു സ്ഥാനാർത്ഥി എത്ര വയസ്സ് പൂർത്തിയായ ആൾ ആയിരിക്കണം? ആൻസർ 21 years. 21 വയസ്സ് പൂർത്തിയായ വ്യക്തിക്കാണ് പഞ്ചായത്ത് ഇലക്ഷനിൽ മത്സരിക്കാൻ കഴിയുക. ഡിസ്പ്യൂട്ട്സ് റിഗാർഡിംഗ് ദ ഇലക്ഷൻ ഓഫ് പ്രസിഡന്റ് ആൻഡ് വൈസ് പ്രസിഡന്റ് ആർ സെറ്റിൽഡ് ബൈ? പ്രസിഡന്റിന്റെയോ വൈസ് പ്രസിഡന്റിന്റെയോ ഇലക്ഷൻ ഡിസ്പ്യൂട്ട് എന്തെങ്കിലും തർക്കങ്ങളുണ്ടെങ്കിൽ അത് സെറ്റിൽ ചെയ്യുന്നത് ആരാണെന്നാണ് ചോദ്യം.
ആൻസർ സുപ്രീം കോർട്ട്. സുപ്രീം കോർട്ട്. The power to superintend, direction and control election to the panchayat is vested in the. പഞ്ചായത്തിലേക്കുള്ള ഇലക്ഷനെ കൺട്രോൾ ചെയ്യാനും ഡയറക്റ്റ് ചെയ്യാനും സൂപ്പർവൈസ് ചെയ്യാനുമുള്ള പവർ ആരുടെ കൈകളിൽ നിക്ഷിപ്തമാണ്? അതായത് പഞ്ചായത്ത് ഇലക്ഷന് കണ്ടക്ട് ചെയ്യുന്നത്, അതിനെ കൺട്രോൾ ചെയ്യുന്നത്, അതിനുള്ള ഡയറക്ഷൻസ് നൽകുന്നതൊക്കെ ആരാണെന്നാണ് ചോദ്യം. ആൻസർ സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. സ്റ്റേറ്റ് ഇലക്ഷൻ കമ്മീഷൻ. ദ ഫസ്റ്റ് ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ. ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ആരായിരുന്നു? ആൻസർ സുകുമാർ സെൻ. സുകുമാർ സെൻ ആയിരുന്നു ഇന്ത്യയിലെ ആദ്യത്തെ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ. ഹൂ സെർവ്ഡ് ആസ് ദ ചീഫ് ഇലക്ഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ ഫോർ ദ ഷോർട്ടസ്റ്റ് ടെനുവർ. ഇന്ത്യയിൽ ഏറ്റവും കുറച്ചു കാലം ചീഫ് ഇലക്ഷൻ കമ്മീഷണറായി സേവനമനുഷ്ഠിച്ചത് ആരാണ്? ആൻസർ വി എസ് രമാദേവി. വി എസ് രമാദേവി. വെയർ ഈസ് ദ കോഡ് ഓഫ് കോണ്ടക്ട് ഓഫ് പൊളിറ്റിക്കൽ പാർട്ടീസ് ഗിവൺ. രാഷ്ട്രീയ പാർട്ടികൾക്ക് ഇലക്ഷന്റെ സമയത്തുള്ള കോഡ് ഓഫ് കോണ്ടക്ട് അല്ലെങ്കിൽ പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള കോഡ് ഓഫ് കോണ്ടക്ട് പറയുന്നത് എവിടെയാണ്? ആൻസർ റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ട് 1951. 1951 റെപ്രസെന്റേഷൻ ഓഫ് പീപ്പിൾ ആക്ടിലാണ് പൊളിറ്റിക്കൽ പാർട്ടീസിനുള്ള കോഡ് ഓഫ് കോണ്ടക്ട് പറയുന്നത്. An official appointed by a political party to regulate and monitor the behavior of its members. സഭയിൽ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയുടെ മെമ്പർമാരുടെ സ്വഭാവത്തെ നിരീക്ഷിക്കാനും അവരെ റെഗുലേറ്റ് ചെയ്യാനും വേണ്ടിയിട്ടൊക്കെ അപ്പോയിന്റ് ചെയ്തിട്ടുള്ള ഒരു ഒഫീഷ്യൽ ഉണ്ട്. ആ ഒഫീഷ്യലിന്റെ പേരെന്താണ്? ആൻസർ വിപ്പ്. വിപ്പ്. വിച്ച് ബോഡി ഇൻ ഇന്ത്യ ഈസ് കോൾഡ് ദ പ്രൊട്ടക്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ്. പ്രൊട്ടക്ടർ ഓഫ് ഹ്യൂമൻ റൈറ്റ്സ് എന്നറിയപ്പെടുന്ന ഇന്ത്യയിലെ ഒരു സ്ഥാപനം, ഒരു ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട്. അതിന്റെ പേരെന്താണ്? ആൻസർ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻസ് ചെയർമാൻ വിൽ ബി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ ആരായിരിക്കണം എന്നാണ് ചോദ്യം. ആൻസർ എ ഫോമർ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. എ ഫോമർ ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജ് ഓഫ് സുപ്രീം കോർട്ട്. ഹൂ വാസ് ദ ഫസ്റ്റ് ചെയർമാൻ ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ. ഇന്ത്യയിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ആരായിരുന്നു? ആൻസർ ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. ജസ്റ്റിസ് രംഗനാഥ് മിശ്ര. Which article deals with the prohibition of employment of children in factories? കുട്ടികളെ ഫാക്ടറികളിൽ ജോലിക്ക് വിടുന്നതിൽ നിന്നും പ്രൊഹിബിറ്റ് ചെയ്യുന്ന ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ ആർട്ടിക്കിൾ 24. ആർട്ടിക്കിൾ 24. When was the POCSO Act passed? Protection of Children from Sexual Offences POCSO Act പാസ് ചെയ്ത വർഷം ഏതാണ്? ആൻസർ 2012. 2012. ഫസ്റ്റ് ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ. ദേശീയ വനിതാ കമ്മീഷന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു? ആൻസർ ജയന്തി പട്നായിക്. ജയന്തി പട്നായിക്. ദ പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് PWD-VA came into force on. പ്രൊട്ടക്ഷൻ ഓഫ് വിമൻ ഫ്രം ഡൊമസ്റ്റിക് വയലൻസ് ആക്ട് നിലവിൽ വന്ന തീയതി ഏതാണ്? ആൻസർ 26th October 2006. 26th October 2006. Which article of the Constitution is related to equal remuneration to men and women? സ്ത്രീകൾക്കും പുരുഷന്മാർക്കും തുല്യവേതനം നൽകണം എന്നതുമായി ബന്ധപ്പെട്ട ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷനിലെ ആർട്ടിക്കിൾ ഏതാണ്? ആൻസർ 39D. ആർട്ടിക്കിൾ 39D. വാട്ട് ഈസ് ദ ടെനർ ഓഫ് ദ ചെയർപേഴ്സൺ ഓഫ് സ്റ്റേറ്റ് വിമൻസ് കമ്മീഷൻ ഇൻ കേരള. കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി എത്രയാണ്? ആൻസർ 5 years. 5 വർഷമാണ് കാലാവധി കേരളത്തിലെ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ.
അതുപോലെ തന്നെ വാട്ട് ഈസ് ദ ടെനർ ഓഫ് ചെയർപേഴ്സൺ ഓഫ് ദ നാഷണൽ കമ്മീഷൻ ഫോർ വുമൺ എന്ന് ചോദിച്ചാൽ ദേശീയ വനിതാ കമ്മീഷൻ ചെയർപേഴ്സന്റെ കാലാവധി ടെനർ എത്രയാണെന്ന് ചോദിച്ചാൽ 3 years ആണ്. അപ്പൊ ദേശീയ കമ്മീഷൻ ആകുമ്പോൾ ദേശീയ വനിതാ കമ്മീഷൻ ആകുമ്പോൾ ചെയർപേഴ്സന്റെ കാലാവധി 3 വർഷവും സ്റ്റേറ്റിലെ കേരള സ്റ്റേറ്റിലെ വനിതാ കമ്മീഷന്റെ ചെയർപേഴ്സന്റെ കാലാവധി 5 വർഷവുമാണ്. ദ പബ്ലിക്കേഷൻ ഓഫ് നാഷണൽ കമ്മീഷൻ ഫോർ വിമൺ, ദേശീയ വനിതാവകാശ കമ്മീഷന്റെ ഒരു പബ്ലിക്കേഷൻ ഉണ്ട്. അതിന്റെ പേര് രാഷ്ട്രമഹിള എന്നാണ്. രാഷ്ട്രമഹിള എന്നാണ്. ദ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 വാസ് പാസ്ഡ് ഡ്യൂറിംഗ് ദ പ്രൈം മിനിസ്റ്റർഷിപ്പ് ഓഫ്. മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ആക്ട്, പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 ആര് പ്രൈം മിനിസ്റ്റർ ആയിരുന്ന കാലത്താണ് പാസ് ചെയ്തതെന്ന്. ദ മുസ്ലിം വിമൺ പ്രൊട്ടക്ഷൻ ഓഫ് റൈറ്റ്സ് ഓൺ ഡിവോഴ്സ് ആക്ട് 1986 ഏത് പ്രധാനമന്ത്രിയുടെ കാലത്താണ് പാസ് ചെയ്തതെന്നാണ് ചോദ്യം. ആൻസർ രാജീവ് ഗാന്ധി. രാജീവ് ഗാന്ധി. Where the first women's court in India came into existence. ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോർട്ട്, വനിതാ കോടതി നിലവിൽ വന്നത് എവിടെയാണ്? ആൻസർ മാൾഡ. വെസ്റ്റ് ബംഗാളിലെ മാൾഡയിലാണ് ഇന്ത്യയിലെ ആദ്യത്തെ വനിതാ കോടതി നിലവിൽ വന്നത്. ഓൺ വിച്ച് സ്റ്റേറ്റ് ദ പ്രസിഡന്റ് ഓഫ് ഇന്ത്യ സൈൻഡ് ദ നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട്? ഇന്ത്യൻ പ്രസിഡന്റ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് സൈൻ ചെയ്ത ദിവസം ഏതാണ്? ആൻസർ 2013 സെപ്റ്റംബർ 12. 2013 സെപ്റ്റംബർ 12 ഇന്ത്യൻ പ്രസിഡന്റ് നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ട് സൈൻ ചെയ്തത്. നാഷണൽ ഫുഡ് സെക്യൂരിറ്റി ആക്ടിൽ സൈൻ ചെയ്ത ഇന്ത്യൻ പ്രസിഡന്റ് പ്രണബ് മുഖർജിയാണ്. പ്രണബ് മുഖർജി. ദ അപ്പർ ഏജ് ലിമിറ്റ് ഫോർ ദ അപ്പോയിന്റ്മെന്റ് ഓഫ് ചെയർമാൻ ആൻഡ് ദ മെമ്പേഴ്സ് ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിലെ മെമ്പർമാരെയും ചെയർമാനെയും അപ്പോയിന്റ് ചെയ്യുന്ന പ്രായപരിധി, എത്ര പ്രായം വരെയുള്ളവരെയാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാനായോ അല്ലെങ്കിൽ മെമ്പറായോ ഒക്കെ നമ്മൾ ഇന്ത്യ അപ്പോയിന്റ് ചെയ്യുന്നത്? ആൻസർ 70 years. 70 വയസ്സ് വരെയാണ് അവരുടെ ഏജ് ലിമിറ്റ് പറയുന്നത്. വെൻ ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ വാസ് ഫോംഡ്, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഫോം ചെയ്ത വർഷം, രൂപീകൃതമായ വർഷം? 12th October 1993. 12th October 1993. What is the tenure of Chief Information Commissioner of India? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി എത്രയാണ്? ആൻസർ 3 years. 3 വർഷമാണ് ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെ കാലാവധി. വിച്ച് ആക്ട് ഈസ് നോൺ ആസ് ദ സൺഷൈൻ ലെജിസ്ലേഷൻ ഓഫ് ഇന്ത്യൻ ഡെമോക്രസി? ഇന്ത്യൻ ജനാധിപത്യത്തിൽ സൺഷൈൻ ലെജിസ്ലേഷൻ എന്നറിയപ്പെടുന്ന ആക്ട് ഏതാണ്? ആൻസർ റൈറ്റ് ടു ഇൻഫോർമേഷൻ ആക്ട്. RTI, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ആണ് ഇന്ത്യൻ ജനാധിപത്യത്തിലെ സൺഷൈൻ ലെജിസ്ലേഷൻ എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഹു ഈസ് റിഗാർഡഡ് ആസ് ദ ഫാദർ ഓഫ് ദ ഇന്ത്യൻ സിവിൽ സർവീസ്? ഇന്ത്യൻ സിവിൽ സർവീസിന്റെ ഫാദർ, പിതാവ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ആൻസർ ലോർഡ് കോൺവാലിസ്. ലോർഡ് കോൺവാലിസ്. ഹു ക്രിയേറ്റഡ് ദ പോസ്റ്റ് ഓഫ് ഡിസ്ട്രിക്ട് കളക്ടർ ഇൻ ഇന്ത്യ? ഇന്ത്യയിൽ ഡിസ്ട്രിക്ട് കളക്ടർ എന്നുള്ള പോസ്റ്റ് ക്രിയേറ്റ് ചെയ്തത് ആരാണ്? ആൻസർ വാറൻ ഹേസ്റ്റിങ്സ്. വാറൻ ഹേസ്റ്റിങ്സ്. ഹു ഈസ് കാൾഡ് ദ ഫസ്റ്റ് സിവിൽ സെർവന്റ് ഓഫ് ദ കൺട്രി? രാജ്യത്തെ ആദ്യത്തെ സിവിൽ സെർവന്റ് എന്നറിയപ്പെടുന്നത് ആരെയാണ്? ഫസ്റ്റ് സിവിൽ സെർവന്റ്. ആൻസർ ക്യാബിനറ്റ് സെക്രട്ടറി. ക്യാബിനറ്റ് സെക്രട്ടറി ആണ് ഒന്നാമത്തെ സിവിൽ സെർവന്റ്, രാജ്യത്തെ ഒന്നാമത്തെ സിവിൽ സെർവന്റ് എന്ന പേരിൽ അറിയപ്പെടുന്നത്. ഇന്ത്യയിലെ ആദ്യത്തെ ക്യാബിനറ്റ് സെക്രട്ടറി ആയിരുന്നത് NR പിള്ളയായിരുന്നു. NR പിള്ളை. ഓൺ വിച്ച് ഡേറ്റ് റൈറ്റ് ടു സർവീസ് ആക്ട് കെയിം ഇൻ ടു എഫക്ട് ഇൻ കേരള? കേരളത്തില് റൈറ്റ് ടു സർവീസ് ആക്ട്, സേവനാവകാശ നിയമം നിലവിൽ വന്നത് എന്നാണ്? ആൻസർ 1 November 2013. 2013 നവംബർ 1
റൈറ്റ് ടു സർവീസ് ആക്ട് നിലവിൽ വന്നത്. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഈ റൈറ്റ് ടു സർവീസ് ആക്ട് ഇംപ്ലിമെന്റ് ചെയ്ത ഫസ്റ്റ് സ്റ്റേറ്റ് ഏതാണെന്ന് ചോദിച്ചാൽ അത് മധ്യപ്രദേശാണ്. മധ്യപ്രദേശിലാണ് റൈറ്റ് ടു സർവീസ് ആക്ട് ആദ്യമായിട്ട് ഇംപ്ലിമെന്റ് ചെയ്തത്. ഹൂസ് ബർത്ത്ഡേ ഈസ് ഒബ്സർവ്ഡ് ആസ് ഗുഡ് ഗവേണൻസ് ഡേ? ഇന്ത്യയിൽ ഗുഡ് ഗവേണൻസ് ഡേ ആയിട്ട് ആചരിക്കുന്നത് ആരുടെ ബർത്ത്ഡേ ആണ്? ആൻസർ അടൽ ബിഹാരി വാജ്പേയി. അടൽ ബിഹാരി വാജ്പേയി. വിച്ച് ആക്ട് prescribes the time limit to provide services to the general public by government office? ഗവൺമെന്റ് ഓഫീസിൽ നിന്നും സർക്കാർ ഓഫീസുകളിൽ നിന്നും പൊതുജനങ്ങൾക്കുള്ള സേവനം ലഭ്യമാകുന്നതിനുള്ള സമയപരിധി നിശ്ചയിക്കുന്ന ആക്ട് ഏതാണ്? ആൻസർ റൈറ്റ് ടു സർവീസ് ആക്ട്. റൈറ്റ് ടു സർവീസ് ആക്ട്. The organization stood for the implementation of the RTA Act in India. ഇന്ത്യയിലെ വിവരാവകാശ നിയമം നിർമ്മാണത്തിനായി നിലകൊണ്ട ഓർഗനൈസേഷൻ ഏതാണ്? ആൻസർ മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, MKSS. മസ്ദൂർ കിസാൻ ശക്തി സംഗതനാണ് ഇന്ത്യയിൽ RTA ആക്ട് രൂപീകരിക്കാൻ കാരണമായ നിലകൊണ്ട സംഘടന. അതുപോലെ തന്നെ RTA ആപ്ലിക്കേഷൻ, വിവരാവകാശ ആപ്ലിക്കേഷൻ ടെലഫോൺ മുഖേന സബ്മിറ്റ് ചെയ്യാൻ ഉള്ള സിസ്റ്റം കൊണ്ടുവന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. RTA അപേക്ഷകൾ ടെലഫോൺ മുഖാന്തരം സബ്മിറ്റ് ചെയ്യാനുള്ള സിസ്റ്റം കൊണ്ടുവന്ന ഇന്ത്യയിലെ സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. അതുപോലെ തന്നെ ദ ഫൗണ്ടർ ഓഫ് മസ്ദൂർ കിസാൻ ശക്തി സംഗതൻ, RTA രൂപീകരിക്കുന്നതിന് അടിസ്ഥാനമായ സംഘടനയാണ്. ആ സംഘടനയുടെ സ്ഥാപകൻ ആരാണെന്ന് ചോദിച്ചാൽ അരുണ റോയ് ആണ്. അരുണ റോയ്. ദ ഫസ്റ്റ് സ്റ്റേറ്റ് ടു ഇംപ്ലിമെന്റ് ദ റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട് ഏതാണെന്ന് ചോദിച്ചാൽ അത് തമിഴ്നാടാണ്. തമിഴ്നാട്ടിലാണ് ആദ്യമായിട്ട് RTA ഇംപ്ലിമെന്റ് ചെയ്തത്. ദ നെയിം ഓഫ് ദ ഹെഡ്ക്വാർട്ടേഴ്സ് ഓഫ് ദ നാഷണൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേരെന്താണ്? മാനവ് അധികാർ ഭവൻ. ന്യൂഡൽഹിയിലുള്ള മാനവ് അധികാർ ഭവൻ എന്നാണ് ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷന്റെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഹെഡ്ക്വാർട്ടേഴ്സിന്റെ പേര്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാന്റെ ടെണർ 3 വർഷമാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ എന്ന് പറഞ്ഞാൽ അത് HL ദത്തു ആണ്. HL ദത്തു. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇപ്പോഴത്തെ ചെയർമാൻ HL ദത്തു ആണ്. ഹു ഈസ് ദ ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണർ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ ആരാണെന്ന് ചോദിച്ചാൽ ഇപ്പോഴുള്ള ആളുടെ പേര് യശ്വർദ്ധൻ കുമാർ സിൻഹയാണ്. യശ്വർദ്ധൻ കുമാർ സിൻഹയാണ് ഇപ്പോഴത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ. അതുപോലെ തന്നെ വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് റേറ്റ് ഓഫ് പോവർട്ടി? ഇന്ത്യയിൽ ഹയസ്റ്റ് റേറ്റ് ഓഫ് പോവർട്ടി, ദാരിദ്ര്യം ഏറ്റവും ഉയർന്ന നിലയിൽ നിൽക്കുന്ന സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഛത്തീസ്ഗഡ് ആണ്. ഛത്തീസ്ഗഡ് ആണ്. വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം? വിച്ച് ഇന്ത്യൻ സ്റ്റേറ്റ് ഹാസ് ദ ഹയസ്റ്റ് പെർ ക്യാപിറ്റ ഇൻകം? ആൾ ഓഹരി വരുമാനം അല്ലെങ്കിൽ പ്രതിശീർഷ വരുമാനം ഏറ്റവും കൂടിയ ഇന്ത്യൻ സംസ്ഥാനം ഏതെന്ന് ചോദിച്ചാൽ അത് ഗോവയാണ്. ഹു ഈസ് ദ ഫസ്റ്റ് ലോക്പാൽ ഓഫ് ഇന്ത്യ? ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ പിനാക്കി ചന്ദ്ര ഘോഷാണ്. പിനാക്കി ചന്ദ്ര ഘോഷാണ് ഇന്ത്യയിലെ ആദ്യത്തെ ലോക്പാൽ.